നമ്മൾ ഈ കട്ട മുതൽ ആരും തിരിച്ചു നൽകില്ല എന്നാണല്ലോ പറയാറ്. പക്ഷേ കട്ടത്തിലെ ചില വിലപ്പെട്ട രേഖകൾ തിരികെ നൽകിയ കള്ളന്മാരും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ അങ്ങ് പത്തനംതിട്ടയിൽ കള്ളൻ മോഷ്ടിച്ച സ്കൂട്ടറിനൊപ്പം നഷ്ടപ്പെട്ട രേഖകൾ തിരികെ നൽകണമെന്ന് അപേക്ഷിച്ച് പന്തളം സ്വദേശിനി ശ്രീജ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇതോടെയാണ് രേഖകളൊക്കെ മോഷ്ടാവ് തിരിച്ചു നൽകിയത്. കള്ളനെ പരിചയപ്പെടാൻ പറ്റില്ലെങ്കിലും നമുക്ക് ശ്രീജയെ കണ്ടുവരാം. മെയ് മാസം 1-ാം തീയതിയാണ് പന്തളം കൂരമ്പാലയിൽ കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശ്രീജയുടെ സ്കൂട്ടർ മോഷണം പോകുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ സമീപത്തെ കടയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളടക്കം പോലീസിൽ പരാതി നൽകി. പിന്നീടാണ് സ്കൂട്ടറിൽ വിലപിടിപ്പുള്ള ചില രേഖകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. കള്ളനെ പറ്റി ഒരു വിവരവും ലഭിക്കാതെ വന്നതോടെ രേഖകൾ തിരികെ നൽകണമെന്ന് അഭ്യർത്ഥിച്ച് പ്രദേശവാസിയായ യുവാവിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ശ്രീജ ഒരു പോസ്റ്റ് ഇട്ടു. എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം അതിനകത്ത് തന്നെ ആയിരുന്നു, വണ്ടിക്കകത്ത് തന്നെ. കാരണം എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 2 മാസമായി. അപ്പൊ ആ പുള്ളിയുടെ പേരിലുള്ള ACB ബില്ല്, ഗ്യാസ്, ഇതെല്ലാം എന്റെ പേരിലേക്ക് മാറ്റണമെങ്കിൽ ഡോക്യുമെന്റേഷൻ എല്ലാം ഇത് ആവശ്യമാണല്ലോ. അപ്പൊ അതിന് എന്റെ പപ്പയുടെ എല്ലാ ഡോക്യുമെന്റ്സും ഫയലിലാക്കി വെച്ചേക്കായിരുന്നു വണ്ടിക്കകത്ത്. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത ഒരു സുഹൃത്തും അതേപോലെ ഫാമിലി ഫ്രണ്ടുമായ രഘു പെരുമ്പിളിക്കൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന് ഇവിടെ വന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ വണ്ടി പോയ കാര്യം പറഞ്ഞത്. പുള്ളിയാണ് ഇത് യൂട്യൂബിൽ ഇട്ടത്. എന്തായാലും കള്ളൻ ഫേസ്ബുക്കിൽ സജീവമാണെന്ന് ഉറപ്പാണ്. പോസ്റ്റ് ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോട്ടലിന് മുന്നിൽ കവറിൽ പൊതിഞ്ഞ നിലയിൽ ആധാറും പാൻ കാർഡും അടക്കമുള്ള രേഖകളും പ്രത്യക്ഷപ്പെട്ടു. കാര്യം കള്ളനാണെങ്കിലും ആളൊരു മാന്യൻ തന്നെ. രാവിലെ വന്ന് കട തുറന്നു. ഇത് തൂത്ത് ബ്രൈഡ് ഈ മാറ്റ് പൊക്കി തൂക്കാനായിട്ട് വന്നപ്പോ അതിന്റെ കീഴില് ഈ ഫയൽ കിടക്കുന്നു. അതിനകത്ത് മിസ്സായത് എന്റെ ആധാർ കാർഡ് പോയിട്ടുണ്ട്, അതിനകത്തുള്ള പണവും പോയിട്ടുണ്ട്. ബാക്കി എല്ലാ ഡോക്യുമെന്റ്സ് എനിക്ക് തിരിച്ചു. രേഖകൾ തിരികെ കിട്ടിയത് ആശ്വാസമായെങ്കിലും സ്കൂട്ടർ നഷ്ടപ്പെട്ടതിലെ വിഷമം തുടരുകയാണ്. ഹോട്ടലിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറാണിത്. നല്ലവനായ കള്ളനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പൊളിച്ചു വിറ്റില്ലെങ്കിൽ കള്ളൻ സ്കൂട്ടറും തിരികെ നൽകുമെന്നാണ് ശ്രീജയുടെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.